ഉണ്ണിക്കുട്ടന്റെ കാറാണല്ലോ. അയ്യോ, എല്ലാം അറിഞ്ഞിട്ട് വരുമായിരിക്കുമോ? അതെ, ഞാനൊരു വിവരം അറിഞ്ഞിട്ടാ വരുന്നത്. നിന്റെ അച്ഛനെ എന്റെ അമ്മാനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയല്ലേ? ആ, പോയി. എന്താ കാരണം? ഈ വിവരം മോനോട് ആരാ പറഞ്ഞത്? കണ്ണേട്ടനാ പറഞ്ഞത്. പക്ഷേ അറസ്റ്റ് ചെയ്തതിന്റെ കാരണം പറഞ്ഞില്ല. രണ്ടാളും കൂടെ ആരെങ്കിലും കൊല്ലാൻ പ്ലാൻ ചെയ്തിരുന്നോ? അതേപ്പറ്റിയൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളോട് ചോദിക്കാൻ വേണ്ട. നീ നിന്റെ ചേച്ചിയെ സ്റ്റെപ്പിൻ തള്ളി താഴെയിട്ടത് തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇപ്പോ അത് വേണ്ടായിരുന്നു. ശരിക്കും ഇവൾക്ക് എന്താ മുത്തശ്ശി പറ്റിയത്? പല തവണ ഞാൻ ഇവളോട് ചോദിച്ചതാ ഇവളുടെ മാറ്റത്തെ പറ്റി. ഇവളുടെ ചേച്ചി പറയുന്ന കേട്ട് ഇവൾക്ക് വീട്ടു ജോലി ചെയ്യേണ്ട കാര്യമുണ്ടോ? അടുക്കള കയറേണ്ട കാര്യമുണ്ടോ? എന്തെങ്കിലും കാരണമില്ലാതെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഉണ്ണിയേട്ടന് അറിയാലോ. അങ്ങനെയുള്ള നീ എന്തിനാ അതൊന്നും സഹിക്കാൻ കഴിയാതെ അവരെ പിടിച്ച് തള്ളിയത്? എന്റെ പരിധി വിട്ടുപോയി. അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. സഹിക്കാവുന്നതിന്റെ പരമാവധി ഞാൻ സഹിച്ചു. എന്നിട്ട് അവസാനം അവളും അവളുടെ കുഞ്ഞും ഇനി ഈ ലോകത്ത് പാടില്ലെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. അതുകൊണ്ട് ഇനി നിന്നെ അങ്ങോട്ട് തിരികെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിലും ഞാൻ വരുന്നില്ല. എന്തിനാ വരുന്നത്? കാലണ ചെലവാക്കാത്ത ഏത് നേരം ഡയറിയിൽ കണക്കെഴുതുന്ന ഒരാളോടൊപ്പം ജീവിക്കാൻ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്നെ ഉപേക്ഷിക്കും, അതെനിക്ക് ഉറപ്പാ. അല്ല ഉണ്ണിക്കുട്ട, മോളെ വിളിക്കാൻ വന്നതാണോ? ഞാനിവളുടെ അച്ഛനും എന്റെ അമ്മാവനും അറസ്റ്റിലായി ഇവരറിഞ്ഞു വന്നതാ. അതിന്റെ കാരണം എന്താണെന്ന് അറിയാത്തോണ്ട്. ഇവളെ വിളിച്ചോണ്ട് പോയാലും ഇനി കണ്ണേട്ടൻ വീട്ടിൽ കയറ്റുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ടല്ലേ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. ആ വീട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജയിലാ. കഴിവില്ലാത്തൊരു ഭർത്താവിനൊപ്പം അധിക നാൾ ഒരു പെൺകുട്ടിക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കഴുത്തിൽ താലി കെട്ടിക്കൊണ്ട് പോയിട്ടും ആ താലി കെട്ടുന്നവൻ ചെലവിന് തന്നെങ്കിൽ മാത്രമേ ഏത് പെൺകുട്ടിക്കും ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ പറ്റൂ. എങ്കിലേ അവൾക്കൊരു ആണിന്റെ തണലുണ്ടെന്ന് തോന്നൂ. നിങ്ങൾക്കൊപ്പം ജീവിക്കുന്ന എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. നിങ്ങളുടെ ഏട്ടനാ ആ വീടിന്റെ നാഥൻ. അയാളുടെ ചെലവില ഞാൻ പോലും ജീവിക്കുന്നത്. നിങ്ങളും. അതൊക്കെ പോട്ടെ മോളെ. ഇനി പോട്ടെ എന്നൊന്നും വെക്കാൻ പറ്റില്ല മുത്തശ്ശി. എനിക്കിനി ആ വീട്ടിലേക്ക് തിരികെ പോകാൻ താല്പര്യമില്ല. ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം നീ മനസ്സിൽ വെച്ചോ, ചെയ്ത തെറ്റെന്തായാലും ഇപ്പൊ നിന്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനിലാ. ജാമ്യം കിട്ടാൻ പ്രയാസമാണെന്നാ ഏട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് അഹങ്കാരമൊക്കെ മാറ്റിവെച്ച് നീ ജീവിച്ചാ നിനക്ക് കൊള്ളാം. മോനെ ഉണ്ണിക്കുട്ട, മോളെ, അവൻ എത്ര മണ്ടനാണെന്ന് പറഞ്ഞാലും ഇപ്പൊ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഒരു കാര്യവുമില്ല, കഥയുമില്ല. പുറമെ ചന്തം മാത്രമുള്ള ഒരു പിശുക്കനെയാ എനിക്ക് എന്റെ അച്ഛനും മുത്തശ്ശിയും കൂടി കല്യാണം കഴിച്ചു തന്നത്. അയാൾക്കൊപ്പം ജീവിച്ച എന്റെ ജീവിതം മുരടിക്കേ ഉള്ളൂ. പെട്രോളിന് വില കൂടിയപ്പോ അയാൾ നെഞ്ചത്ത് കൈവച്ചു. എന്തിനാ അയാൾ അങ്ങനെ ചെയ്തെന്ന് എനിക്കറിയില്ല. കാരണം അയാളുടെ കാറിലടിക്കുന്ന പെട്രോള് പോലും അയാളുടെ ഏട്ടന്റെ കാശ. എനിക്ക് വേണ്ട മുത്തശ്ശി അങ്ങനെ ഒരാളെ.
മോളെ മുത്തശ്ശി എന്താ മോളെ എന്താ എന്താന്നറിയില്ല മുത്തശ്ശി, എന്തോ ഒരു തളർച്ച പോലെ. ഏ? അയ്യോ, മോളെ മോളെ അയ്യോ, അയ്യോ, വീഴല്ലേ വീഴല്ലേ പൊന്നുമോള് വീഴല്ലേ. ഇങ്ങോട്ടിരുന്നേ ഇങ്ങോട്ടിരുന്നേ ഇങ്ങോട്ടിരുന്നേ. അയ്യോ, മുത്തശ്ശി വെള്ളം എടുത്തോണ്ട് തരട്ടെ, വെള്ളം എടുത്തോണ്ട് തരട്ടെ. എന്താ ഡോക്ടറെ? മോൾക്കാണെങ്കിൽ ഒരുപാട് ആദിയും വേദനയൊക്കെ ഉണ്ട്. അതിന്റെ എന്തെങ്കിലും ആണോ? അതിന്റെ ഒന്നും അല്ല, സന്തോഷ വാർത്ത തന്നെയാ. ഇയാള് പ്രഗ്നന്റാ. അത് കേട്ടപ്പോ എന്താ ഒരു സന്തോഷമില്ലാത്ത? അത് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പ്രതീക്ഷിക്കില്ല. കാരണം 8 മാസം പ്രായമായ ഒരു കുഞ്ഞിനെയും വയറ്റിൽ കൊണ്ടു നടന്ന ഒരു അമ്മയല്ലേ ഇയാള് തള്ളി താഴെയിട്ടത്. ഒരു പെൺകുട്ടി വിശേഷം അറിയിക്കുമ്പോ അവളുടെ മുഖത്ത് നോക്കി പരുഷമായി സംസാരിക്കേണ്ടതല്ല. പക്ഷേ നിങ്ങളെ നിങ്ങളുടെ കൊച്ചുമോളെയും ഞാനൊന്ന് കാണാനിരിക്കുകയായിരുന്നു. നിങ്ങൾക്കൊക്കെ അല്ലാതെ മറ്റാർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അത് പിന്നെ ഡോക്ടറെ, അത്രത്തോളം മോളെ ലക്ഷ്മി അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയതാ. എന്ത് കഷ്ടപ്പാടാണെന്നാ നിങ്ങൾ ഈ പറയുന്നേ? നിങ്ങൾ ചെയ്യിക്കാത്ത കാര്യം മഹാലക്ഷ്മി ചെയ്യിച്ചു. അല്ലാതെ ആ കുട്ടി എന്ത് തെറ്റാ ചെയ്തത്? ഇന്നത്തെ കാലത്ത് ആൺകുട്ടികൾക്കറിയാലോ അടുക്കള പണിയൊക്കെ. അവര് വീട്ടുകാര്യങ്ങളൊക്കെ നന്നായി നോക്കുന്നുണ്ടല്ലോ. എല്ലാ ആണും പെണ്ണും ഇന്ന് മിക്കവാറും കാര്യങ്ങള് ഷെയർ ചെയ്താ പോകുന്നേ. അപ്പൊ അടുക്കള കേറി ഒരു ചായ പോലും ഉണ്ടാക്കാത്ത ഇവളെയൊക്കെ പഠിപ്പിച്ചതാണോ ലക്ഷ്മി ചെയ്ത കുറ്റം? എന്നാലും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യിച്ചപ്പം മോള് ആകെ ശ്വാസം മുട്ടിപ്പോയി. അങ്ങനെ ശ്വാസം മുട്ടിയ സ്റ്റെപ്പിന്ന് ഇവളുടെ ചേച്ചിയെ തള്ളി താഴെയിടുവോ? അത് ഡോക്ടറെ, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമുണ്ടായി. ഇവളുടെ അച്ഛനിപ്പോ പോലീസ് ലോക്കപ്പിലല്ലേ? അധികം വൈകാതെ നിനക്കും അങ്ങോട്ട് പോകാം, പിന്നെ ജയിലിലേക്കും. കുഞ്ഞിനോ അമ്മയ്ക്കോ എന്തെങ്കിലും സംഭവിച്ചാലേ കണ്ണം വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാ ഇപ്പൊ നിന്റെ അച്ഛൻ അനുഭവിക്കുന്നേ. അല്ലെങ്കിൽ കണ്ണന്റെ അച്ഛനെ കൊന്നത് നിന്റെ അച്ഛനാണെന്ന് അറിഞ്ഞിട്ടും കണ്ണൻ എല്ലാം ഉള്ളിലൊതുക്കി നടക്കുമായിരുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ടാ അയാള് പിടിച്ച പിടിയാലെ പോലീസ് ലോക്കപ്പിലാക്കിയത്. എന്തു ചെയ്യാനാ ഡോക്ടറെ? പെട്ടെന്നുള്ള ദേഷ്യത്തിനും മോള് അങ്ങനെ അങ്ങ് ചെയ്തു പോയതാ. എല്ലാവർക്കും ദേഷ്യം വരും എന്നുവെച്ച് അത് നിയന്ത്രിച്ചില്ലെങ്കിലേ ഇപ്പൊ ഇവൾ അനുഭവിച്ചതിനേക്കാളും വലിയ കഷ്ടപ്പാടായിരിക്കും ഇനി ഇവൾ അനുഭവിക്കാൻ പോകുന്നത്. ഇവള് ജയിലിലേക്ക് പോയിന്നിരിക്കട്ടെ, അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവൾക്ക് ജോലി ചെയ്യേണ്ടി വരും. ആ സമയത്തെ ഇവളെ ജോലി ചെയ്യിപ്പിക്കുന്നത് ജയിൽ വാർഡനാവും. അവരെ ഇവൾ ഇതുപോലെ തല്ലുവോ? ആ
സമയത്ത് എനിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയില്ല ഡോക്ടറെ. അതൊക്കെ അറിഞ്ഞോളും. ലക്ഷ്മിക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ച നിന്നോട് ഇപ്പോഴും ചെറിയൊരു സിമ്പതി കാണിച്ചിട്ടുണ്ട് കണ്ണൻ. അതുപോലും ആവശ്യമില്ലെന്നാ ഞങ്ങളൊക്കെ കണ്ണനോട് പറഞ്ഞത്. ദാ ഈ മരുന്നൊക്കെ വാങ്ങി കൊടുക്കാൻ നോക്ക്. ഇവളുമാരൊക്കെ എന്റെ അരികിലേക്ക് വന്നാ എനിക്കൊരു ഡോക്ടറുടെ കടമ ചെയ്തല്ലേ പറ്റൂ. പക്ഷെ വരരുതെന്നാ എന്റെ അഭിപ്രായം. ഇവിടെ മറ്റു ഒരുപാട് ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടല്ലോ, അവിടെ അങ്ങനെ കൊണ്ടുപോകാൻ നോക്ക്. ശരി ഡോക്ടറെ. ഓ ഞാൻ ഇന്നേ വരെ അവളെ കൈയെടുത്ത് തല്ലിയിട്ടില്ല. പക്ഷേ ഇന്ന് കൊടുത്തു. അമ്മയുടെ സ്വന്തം മോളാണെങ്കിലേ അവളെ തല്ലുമല്ല, തല്ലി കൊല്ലോ വേണ്ടത്. അവൾ എന്റെ വീട്ടിൽ മരുമോളായി വന്ന സമയത്ത് അവൾക്കൊപ്പം ഞാൻ നിന്നിട്ടുള്ളത്, എന്റെ ആങ്ങളയ്ക്കോ അമ്മയ്ക്കോ ഒപ്പം. എന്നിട്ട് കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഞാൻ മാറിയില്ലേ? അതിന്റെ ഇടയ്ക്കൊരു ദുഷ്ടനെ കല്യാണം കഴിക്കേണ്ടി വന്നു. എന്നാ എനിക്ക് മനസമാധാനവും സന്തോഷവും സുഖവും കിട്ടിയത് സാഗരേട്ടനോടൊപ്പം താമസിച്ചു തുടങ്ങിയതിനു ശേഷം മാത്രമാ. അതിലുപരി കണ്ണേട്ടിനെ ഏട്ടത്തെയൊക്കെ സ്നേഹിച്ചതിന് ശേഷമാ. കണ്ണനും ലക്ഷ്മിയും എല്ലാവരുടെയും നന്മ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ മോളെ. പക്ഷെ ചിലർക്കത് മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യാനാ? പറഞ്ഞു നാവെടുത്തില്ല. ദേ വരുന്നു രണ്ടും. എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഏട്ടത്തെയും കുഞ്ഞും മരിച്ചോന്ന് അറിയാനാണോ? വേണ്ട മോളെ, വേണ്ട. തല്ലല്ലേ മോളെ, തല്ലല്ലേ, തല്ലല്ലേ. ഇവിടെ തല്ലാനല്ല കൊല്ലാൻ എനിക്ക് തോന്നുന്നേ. എന്തിനാ ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്? മഞ്ജു പറഞ്ഞതുപോലെ മരണവാർത്ത കേൾക്കാനാണോ? അല്ല മോഹിനി, മോള് തലചുറ്റി വീണു. എന്നാ പിന്നെ ഡോക്ടറെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു വന്നതാ. എന്നിട്ട് ഡോക്ടർ പറഞ്ഞോ ഇവിടെ തലയ്ക്ക് വട്ടാണെന്ന്? അച്ഛന് വട്ടായിരുന്നല്ലോ. ഡോക്ടർ പറഞ്ഞത് ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യ. വീണ്ടും മോള് വിശേഷം അറിയിച്ചിട്ടുണ്ട്. ഇവളെ പോലുള്ളവരൊക്കെ എന്തിനാ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നേ? ഒരു അമ്മ അവനുള്ള യോഗ്യത ഇവൾക്കുണ്ടോ? ഒരു കുഞ്ഞിനെ വളർത്താൻ ഇവളെ കൊണ്ട് പറ്റുമോ? ഏട്ടത്തെ നിന്നേട്ട് കഷ്ടപ്പെടുത്തിയതിന്റെ പേരിലല്ലേ നീ ഏട്ടത്തെ സ്റ്റെപ്പിൽ നിന്ന് തള്ളി താഴെ ഇട്ടത്? അതുപോലെ തന്നെ നിനക്ക് കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോ ആ കുഞ്ഞിനെ നന്നായി നോക്കേണ്ടി വരും നിനക്ക്. അതും സഹിക്കാൻ കഴിയാതെ ആ കുഞ്ഞിനെ നീ കഴുത്ത് ഞെരിച്ച് കൊല്ലുവോ? പറയടി മോളെ. ഡോക്ടർ പറയാവുന്നതിന്റെ പരമാവധി പറഞ്ഞതായിരുന്നു. ഇനി മോളും കൂടെ ഇവളെ വിഷമിപ്പിക്കല്ലേ. ഇവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടേ ഇവൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇനിയെങ്കിലും ഒന്ന് നന്നായി ജീവിക്കാൻ നോക്കടി. ദേ ഇപ്പൊ നിന്റെ കയ്യിലൊരു കുഞ്ഞിരിക്കേണ്ടതാ. അതിനെ നീയും നിന്റെ അച്ഛനും ദേ ഇവരും കൂടിയാ നശിപ്പിച്ചു കളഞ്ഞത്. ഇനിയും അതുപോലുള്ള വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് കുഞ്ഞിനെ അലസിപ്പിച്ച് കളയാതിരിക്കാൻ നോക്ക്. ഇവളുടെ മുഖം കാണാൻ പോലും എനിക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ നിന്നെ കാണാൻ ആഗ്രഹിച്ചത് നിന്നെ തല്ലാൻ വേണ്ടിയാ, തല്ലിക്കൊല്ലാൻ. അപ്പോഴാ ഇങ്ങനൊരു കാര്യം പറഞ്ഞുകൊണ്ട് വന്നത്. എന്തായാലും കൂടുതൽ സമയം രണ്ടാളോട് നിക്കണ്ട. ഇവളെയും വിളിച്ചോണ്ട് വേഗം പോവാൻ നോക്ക്. ഓ പോട്ടെ മോഹിനി, പോട്ടെ മോളെ. വാ.
അത് അമ്മയ്ക്കും കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ലെന്ന് പറഞ്ഞ നിങ്ങക്ക് സന്തോഷാവോ? അല്ല, അതും കൂടെ അറിയാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നത് അല്ലേ? അല്ലാതെ കൊച്ചുമോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പറയാനൊന്നുമല്ല. ഏട്ടത്തിക്കും കുഞ്ഞിനും എന്തെങ്കിലും പറ്റുവാണെങ്കിൽ ഇവളുടെ അച്ഛനെ പോലീസ് കൊണ്ടുപോയില്ലേ, അതുപോലെ ഇനിയും എത്തിക്കോളും പോലീസ് ഇവളെ കൂട്ടിക്കൊണ്ടു പോവാൻ. അയ്യോ, ഇവിടെ നിന്നിനി ബാക്കിയും കൂടെ കേൾക്കാതെ നിങ്ങൾ പോവാൻ നോക്ക്. വാ മുത്തശ്ശി. മനുഷ്യപ്പറ്റില്ലാത്ത ഒരുത്തിയ മോളുടെ നാത്തൂൻ. അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞ് ഇവളുടെ അഹങ്കാരത്തിന് ആവിയായി പോകത്തേ ഉള്ളൂ. അഹങ്കാരി. മോളെ, മോളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളപ്പോ ഒരു കാരണവശാലും കുഞ്ഞിന്റെ അച്ഛനെ നിനക്ക് നഷ്ടപ്പെടാൻ പാടില്ല. രണ്ടിനെയും കളഞ്ഞാലോ? കുഞ്ഞിനെയും കുഞ്ഞിന്റെ അച്ഛനെയും? അയ്യോ, എന്തൊക്കെയാ ഈ പറയുന്നേ? കാത്തിരുന്നിട്ട് ഒരു ഉണ്ണി ഇപ്പൊ കിട്ടാൻ പോകുന്നേ. ഇനി മോൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ വലിയ പ്രയാസമാണെന്നല്ലേ ഡോക്ടർ എന്ന് പറഞ്ഞിരുന്നത്. ഏതായാലും ചികിത്സ ഫലിച്ചു. ആ സമയത്ത് ദൈവത്തോട് നന്ദി പറയേണ്ടതിന് പകരം ദൈവദോഷം കിട്ടുന്ന കാര്യമൊന്നും പറയല്ലേ. ജീവിച്ചിരിക്കുന്നവർ മരിക്കുമ്പോഴാ നമ്മൾ ബലിയൊക്കെ ഇടുന്നത്. ഒരമ്മയുടെ വയറ്റിൽ നിന്നും കുഞ്ഞ് പോയി കഴിഞ്ഞാലേ അതിനു വേണ്ട കർമ്മങ്ങളൊന്നും ചെയ്യാറില്ല. ഉള്ളത് പറയാലോ, ജീവിച്ചിരിക്കുന്നവർ മരിക്കുന്നതിനേക്കാളും വലിയ ദോഷമാ കുഞ്ഞുങ്ങൾ അലസി പോകുന്നത്. ദേ വരുന്നു വേറൊരു മുട്ടാളെ. ഇവൻ നടക്കുന്ന കാര്യം എന്തായാലും എന്റെ കൊച്ചറിയാത്തത് നല്ലതാ. ഇവനാണെങ്കിൽ വീൽ ചെയറിൽ നടന്ന് ശീലിച്ചതുകൊണ്ട് നടന്നെന്ന് പോകുന്ന ഇപ്പൊ ഇല്ലെന്നാ തോന്നുന്നു. അതുകൊണ്ടായിരിക്കും വീൽ ചെയറിനെ വിടാതെ പിടിച്ചിരിക്കുന്നത്. ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. ഒക്കെങ്കിൽ ഇവന്റെ കാല് വീണ്ടും ഒടിഞ്ഞു പോട്ടെ. മുത്തശ്ശി, നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? കൊണ്ടുപോയില്ലേ നിങ്ങളുടെ മോനെ? കൂടെ മറ്റവനെ കൊണ്ടുപോയില്ലേ? എന്റെ അമ്മാവനെന്ന് പറയുന്ന കാട്ടാളനെ. ഓ, കൊണ്ടുപോയി മോനെ, കൊണ്ടുപോയി. പിന്നെ എന്തിനാ നിങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത്? ഇവളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും. അതുകൊണ്ട് അങ്ങോട്ട് വരാതിരുന്നേ. മോനെ, മോളുടെ അമ്മയുടെയും മോന്റെ പെങ്ങളുടെയും വായിലിരിക്കുന്നത് മുഴുവനും കേട്ടിട്ടാ ഇങ്ങോട്ട് വന്നേ. മഞ്ജുവിളെ തല്ലിയില്ലേ? ഞാനേ ഇതുപോലെ ഇടയ്ക്ക് കയറി നിന്നതുകൊണ്ട് തല്ലിയില്ല. പിന്നെ മോനെ,
ഞങ്ങൾ വന്നതേ വേറൊന്നിനും വേണ്ടിയിട്ടല്ല. മോൾക്ക് ഒരു തലചുറ്റലും മനം പുരട്ടലും ഒക്കെ വന്നു. ഇവിടെ വന്ന് പരിശോധിച്ചപ്പോ മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ചേച്ചിയുടെ കുഞ്ഞിനെ കളയാൻ ശ്രമിച്ചവൾക്ക് ഇപ്പൊ ഒരു കുഞ്ഞ് ജനിക്കാൻ പോവല്ലേ? എന്റെ മോനെ, സമയദോഷം വരുമ്പോ എന്താ ചിന്തിക്കുക, എന്താ പ്രവർത്തിക്കുക എന്ന് നമ്മളും മനുഷ്യന്മാർക്ക് ചിലപ്പോ അറിയാൻ പറ്റത്തില്ലല്ലോ മോനെ. ഓ, അപ്പൊ ഇവൾക്കും ഇവളുടെ അച്ഛനും നിങ്ങൾക്കും ഒക്കെ ജീവിതകാലം മുഴുവൻ സമയദോഷമാണോ? എന്തെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ? ആ, ചെയ്തു കാണും. ഇവൾക്ക് വേണ്ടി മാത്രം. ഇപ്പൊ ഐസുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ അമ്മയുണ്ടല്ലോ, ജീവിതകാലം മുഴുവൻ കരഞ്ഞു തളർന്നൊരു അമ്മയാ അത്. ഇനിയാണ് നിങ്ങളും നിങ്ങളുടെ മോനും ദേ ഇവളും ഉണ്ടല്ലോ, ഇനിയാണ് അനുഭവിക്കാൻ പോകുന്നത്.